24-ന്റെ ബിസിനസ് എക്സലൻസ് അവാർഡ് വിതരണം ഉടൻ നടക്കും. കൊച്ചി ക്രൗൺ പ്ലാസയിൽ നടക്കുന്ന പരിപാടിയിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അവാർഡുകൾ വിതരണം ചെയ്യും. 5 മണിക്കാണ് പുരസ്കാരദാനം. കൊച്ചി ക്രൗൺ പ്ലാസയിൽ നിന്ന് വിപിൻ സി വിജയൻ വിവരങ്ങളുമായി. വിപിൻ, 15 സംരംഭകരെയാണ് നമ്മൾ ആദരിക്കുന്നത്. എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമല്ലേ? ഗുഡ് ഈവനിങ് അനുജ, ഗോകുൽ. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാണ്. ഇനി അല്പസമയത്തിനുള്ളിൽ തന്നെ നമ്മളുടെ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന അതായത് 24 ബിസിനസ് എക്സലൻസ് അവാർഡ് 2026 ആ ചടങ്ങിന് അല്പസമയത്തിനകം തന്നെ തുടക്കമാകും. അതിനുള്ള എല്ലാം സജ്ജമായിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ്. നമുക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിൽ കൂടിയാണ് നിൽക്കുന്നത്. കാരണം ഒരു ബിസിനസ് തുടങ്ങുക, അതിൻ്റെ ഓരോ പടിപടിയായി അത് വളർത്തുക, അതിൻ്റെ ഏറ്റവും ഹെഡിൽ, അതിൻ്റെ ഏറ്റവും തലപ്പൊക്കത്തിൽ തന്നെ നിൽക്കുക, അവരെ ആദരിക്കുന്ന ഒരു വലിയ ചടങ്ങ് കൂടിയാണ്. കാരണം ഒരുപാട് പേരുടെ പ്രയത്നമുണ്ട്, ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുന്നു. അങ്ങനെ അവർ ഓരോരോ നേട്ടങ്ങൾ കൊയ്യുമ്പോൾ അത് നമ്മളുടെ സംസ്ഥാനത്തിൻ്റെ മുഴുവൻ നേട്ടമായിട്ട് മാറുകയാണ്. അവരെയാണ് നമ്മൾ ആദരിക്കുന്നത്. അതിൽ 15 വിഭാഗങ്ങളിലായിട്ട് ആളുകളെ തിരഞ്ഞെടുക്കുന്നു. അതിൽ പിട്ടാപ്പള്ളിയിലും ബി-ഗാർഡും ഉൾപ്പെടെയുള്ള, അപ്പോൾ ഗ്രേസ് ബിസ്ക്കറ്റ് പോലുള്ള അവരെയൊക്കെ തന്നെ, അതിൻ്റെയൊക്കെ മാനേജിംഗ് ഡയറക്ടർമാർ ഉൾപ്പെടെയുള്ളവരെയാണ് നമ്മൾ ആദരിക്കുന്നത്. ആ 15 പേർക്കും ഉള്ള എല്ലാ ഒരുക്കങ്ങളും തയ്യാറായിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ്. നമ്മളുടെ ബിസിനസ് എഡിറ്റർ ആയിട്ടുള്ള ക്രിസ്റ്റീന ചെറിയൻ കൂടി എത്തിയിരിക്കുന്നത് വളരെ സന്തോഷകരമായിട്ടൊരു നിമിഷം കൂടിയാണ്. കാരണം നമ്മുടെ ബിസിനസ് പേജ് കൂടി ഗൂഗിൾ ഇന്ന് റിലീസ് ആവുകയാണ് അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ബിസിനസ് പേജ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എക്സലൻസ് അവാർഡിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ ആളുകളൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ 15 വിഭാഗങ്ങളിലാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ? അതെ, 15 വിഭാഗങ്ങളിലാണ്. ഈ 15 വിഭാഗങ്ങളിൽ ഒരു സംരംഭം തുടങ്ങാനുള്ള ബുദ്ധിമുട്ട് വിപിൻ അറിയാമല്ലോ. നമ്മൾ പല കാര്യങ്ങൾ ഒന്നിച്ച് കോർഡിനേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് എത്രത്തോളം പെയിൻ ഉണ്ടെന്നറിയാം. ആ പെയിനൊക്കെ സഹിച്ച് സക്സസ്ഫുൾ ആയിട്ടുള്ള എക്സലൻ്റ് ആയിട്ടുള്ള 15 ബിസിനസ്സുകാരെയാണ് ഇന്ന് നമ്മൾ ഇവിടെ ആദരിക്കുന്നത്. ഒപ്പം തന്നെ നമ്മുടെ 24 ഒരു പുതിയ സംരംഭം കൂടി തുടങ്ങുകയാണ്. നമുക്കെല്ലാം അറിയാം, നമ്മൾ ഒരു ദിവസം കേൾക്കുന്ന വാർത്തകൾ, നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്ന എത്ര വാർത്തകളുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു കൂടുതൽ നെഗറ്റീവ് ആണല്ലേ? അതെ, നമ്മുടെ ഒരു കൾച്ചർ മാറ്റണം, വാർത്തയുടെ ഒരു സംസ്കാരം. അപ്പോൾ ആൾക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്ന കാര്യങ്ങൾ, അവർക്ക് 1 രൂപ കിട്ടിയാൽ ആ 1 രൂപയിൽ നിന്ന് സേവ് ചെയ്യണം, അതെങ്ങനെ ആസൂത്രണം ചെയ്യാം. അപ്പോൾ കൃത്യമായ ഒരു സാമ്പത്തിക അവബോധമുള്ള ജനങ്ങൾ, ഒരാൾക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് വേണം, നിക്ഷേപം വേണം, മറ്റൊരാളുടെ മുമ്പിൽ കൈ നീട്ടാതെ സ്വയം പര്യാപ്തമായ കേരളം, ഓരോ വ്യക്തിയും സ്വയം അത് എത്ര ചെറിയ വരുമാനമായിക്കൊള്ളട്ടെ. അപ്പോൾ അത്തരത്തിലൊരു അവബോധം ഉണ്ടാക്കാനും ബിസിനസ് തുടങ്ങുന്ന ഒരാൾക്ക് അറിയേണ്ട എല്ലാം ആ പേജിലുണ്ടാകും. ബിസിനസ് തുടങ്ങുന്നവർക്ക് മാത്രമല്ല, എല്ലാ സാധാരണക്കാർക്കും നമ്മുടെ സർക്കാർ പദ്ധതികൾ, അതുപോലെ തന്നെ ധനസഹായങ്ങൾ, നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എങ്ങനെ എടുക്കണം, അതുപോലെ തന്നെ ഓരോ ദിവസവും നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം നമ്മൾ ബിസിനസ് വാർത്തകളെ ജനകീയമാക്കുക. സാധാരണ ബിസിനസ് വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ ഒരു ഞെട്ടലാണ്, എനിക്കിതൊന്നും അറിയില്ല എന്ന് പറയുന്ന ഒരു അലങ്കാരമാണ്. പക്ഷെ അങ്ങനെയല്ല, എല്ലാ വ്യക്തികൾക്കും ഞങ്ങൾക്ക് ഈ വാർത്ത അറിയണം, ഞങ്ങൾ ഇതറിയും, കാരണം ഇത് ഞങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തും. ആ മട്ടിലുള്ള വാർത്തകൾ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഇൻസ്റ്റാ പേജിലൂടെയാണ്. അതിനുശേഷം നമ്മൾ യൂട്യൂബ് ചാനലിലേക്ക് പോകും. എൻ്റെ ഒരു ആഗ്രഹം, ഈ കേരളത്തിലെ എല്ലാ ജനങ്ങളും കാണുന്ന ഒരു സാറ്റലൈറ്റ് ചാനലായിട്ട് നമ്മൾ മാറുന്ന ഒരു ദിവസമാണ്. ആ ഒരു കിനാശ്ശേരിയിലേക്ക് നമുക്ക് ലവ്യുനെ ഉറപ്പായിട്ടും ഒരു ബിസിനസ് ചാനൽ എന്നുള്ളതിനെ ഗംഭീരമാവട്ടെ. അതിൻ്റെ എഡിറ്ററായിട്ട് അന്ന് നമുക്ക് കാണണം തീർച്ചയായിട്ടും. അപ്പോൾ ഇത്രയും വലിയ ഒരു സ്വപ്നം ആണ് നമ്മളുടെ മുന്നിലുള്ളത്. അതിൻ്റെ ആദ്യത്തെ ഒരു ചുവടുവെപ്പ് കൂടിയാണ് 24-ന്റെ ഈ ബിസിനസ് പേജ് എന്നുള്ളത്. ഒപ്പം തന്നെ ഇന്നത്തെ ഇപ്പോൾ ഈ എക്സലൻസ് അവാർഡിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി നമ്മളിതാ കാത്തിരിക്കുകയാണ്. അല്പസമയത്തിന് തന്നെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇവിടേക്ക് എത്തിച്ചേരും. പ്രമുഖ വ്യവസായികൾ എല്ലാവരും തന്നെ എത്തിച്ചേരുകയും ഈ ചടങ്ങ് വളരെ ഭംഗിയായി തന്നെ നടക്കും. വളരെ പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു സദസ്സും വേദിയും കൂടിയാണ് ഉണ്ടാവുക എന്നുള്ളത് നിസ്സംശയമാണ്. ഇത് 3ാമത്തെ എഡിഷനാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ കഴിഞ്ഞ 2 എഡിഷനും വലിയ ഒരു വിജയമായിരുന്നു. ആ വലിയ വിജയത്തിൻ്റെ ഒരു തുടർച്ച ഈ 3ാമത്തെ എഡിഷനിലും ഉണ്ടാകും. ഓരോ പ്രയത്നത്തിലൂടെ ഉയർന്നു വന്ന് അതിൽ വെന്നിക്കൂടി പാറിച്ചിട്ടുള്ള ബിസിനസ്മാൻ എന്നുള്ള സ്വപ്നത്തിലേക്ക് ഇപ്പോൾ SKN സാർ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ മറ്റു പ്രമുഖ ആളുകൾ കൂടി എത്തിച്ചേരും. അതിൽ ഓരോ ഈ പ്രമുഖ വ്യവസായികൾ ഉൾപ്പെടെയുള്ളവർ എത്തിച്ചേരും. കൃത്യം 5 മണിയോടുകൂടി തന്നെ ചടങ്ങുകൾ ആരംഭിക്കുകയും ചെയ്യും. അനുജ, ഗോകുൽ. ശരി, വിപിൻ സി വിജയനാണ് കൊച്ചി ക്രൗൺ പ്ലാസയിൽ നിന്ന് തത്സമയം വിവരങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.